നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ക്രാച്ച് നിന്ന് ഇങ്ങനെ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം വെച്ചിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് ഐഡിയ എങ്ങനെയായി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെ, ഹോട്ടൽ നമ്മൾ കണ്ണൂരാണ് നമ്മുടെ സ്ഥലം. നമുക്ക് കൊച്ചിയിൽ അത്ര അറിയില്ല എങ്ങനെയാണ് ഒരു ഹോട്ടൽ, ഇപ്പൊ ഒരു ഫാമിലി ഹോട്ടലാണ് തുടങ്ങണ്ടെങ്കിൽ എവിടെയാണ് ലൊക്കേഷൻ ഒന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അത് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടും ഒരു റിസർച്ച് ഒക്കെ നടത്തേണ്ടി വരും. ടൈം കുറെ കൺസ്യൂമിംഗ് ആണ്. അപ്പം അത് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് ChatGPT വഴി. അതെ, ഞങ്ങള് എറണാകുളത്തെ ആളല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എറണാകുളത്തെ ഏരിയ അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞുതരും. ഈ സൈഡിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ സാറിൻ്റെ ഈ റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ നോക്കുന്നത്. നമ്മളിത് എക്സ്റ്റേണൽ ഒരു കൺസൾട്ടൻ്റ് അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനാൾ ചാർജ് ചെയ്യും. അതിന് പകരം ഞങ്ങൾക്ക് AI സാങ്കേതിക വിദ്യയിൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ എടുക്കാം. പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. രാഹുലും അനുശ്രീയും AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആളുകൾ. അപ്പം നമ്മളെന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മുടെ ആളുകളെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് പോകണം. എങ്ങനെയാണ്, അല്ലേ രാഹുലെ, എങ്ങനെയാണ് നമുക്കിത് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നതെന്ന്. നമ്മൾ ഇന്ന് അനുശ്രീ എന്താണ് ഇന്നത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന രൂപത്തിൽ നമുക്ക് എന്താണ് കാണിക്കാനായിട്ട് പറ്റുന്നത്? നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ബിസിനസ് സ്ക്രാച്ച് നിന്ന് ഇങ്ങനെ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അതിന്, അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് ഐഡിയ എങ്ങനെയായി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെ, ഹോട്ടൽ നമ്മൾ കണ്ണൂരാണ് നമ്മുടെ സ്ഥലം. നിങ്ങൾ ഹോട്ടൽ ഒരുപാടുണ്ടോ അവിടെ? അതെ, നമുക്ക് കൊച്ചിയിൽ അത്ര അറിയില്ല എങ്ങനെയാണ് ഒരു ഹോട്ടൽ, ഇപ്പൊ ഒരു ഫാമിലി ഹോട്ടലാണ് തുടങ്ങണ്ടെങ്കിൽ എവിടെയാണ് ലൊക്കേഷൻ ഒന്നും നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അത് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടും ഒരു റിസർച്ച് ഒക്കെ നടത്തേണ്ടി വരും. ടൈം കുറെ കൺസ്യൂമിംഗ് ആണ്. അപ്പം അത് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് ChatGPT വഴി. അല്ലെ, ChatGPT ഇത് ആക്ച്വലി അനുശ്രീ ഇത് പെയ്ഡ് വേർഷൻ ആണ്. ഇതിപ്പോ പെയ്ഡ് വേർഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ആളുകളെ സഹായിക്കും. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കിയോട്ടെ. കാര്യം ഇതിപ്പോ കൊച്ചി എന്നുള്ള എക്സാമ്പിളായിട്ട് കാണിച്ചാണ്. ഇത് വേണം ദുബായിലോ അല്ലെ എവിടെയെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്താ, ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചി, കേരള, ഇന്ത്യ. സജസ്റ്റ് മീ എ ഗുഡ് സ്പോട്ട് ടാർഗറ്റഡ് ഫാമിലി കസ്റ്റമേഴ്സ്. അല്ലെ, ഫാമിലി കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്ത് നല്ലൊരു സ്പോട്ട് കാണിച്ചു തരാനാണ് പറഞ്ഞേക്കുന്നത്. ഈ പ്രോംപ്റ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണല്ലേ രാഹുലെ? അതെ, അത് നമ്മളെ ഈ AI ടൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേ ആണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ പ്രോംപ്റ്റ് എത്ര നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ടാണ് നമുക്ക് കിട്ടും. യെസ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം എന്താ ChatGPT ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ടിങ് ടാർഗറ്റിംഗ് ദ ഫാമിലി കസ്റ്റമേഴ്സ് ഇൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോട്ടോ വെച്ച് ഏരിയ ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ വെച്ച് ഏരിയ. ഞങ്ങൾ എറണാകുളത്തെ ആളല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എറണാകുളത്തെ ഏരിയ അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറഞ്ഞുതരും. ഈ സൈഡിൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ സാറിൻ്റെ ഈ റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ നോക്കുന്നത്. എക്സ്റ്റേണൽ ഇപ്പോൾ നമ്മളിത് എക്സ്റ്റേണൽ ഒരു കൺസൾട്ടൻ്റ് അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിനാൾ ചാർജ് ചെയ്യും. അതിന് പകരം ഞങ്ങൾക്ക് AI സാങ്കേതിക വിദ്യയിൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ എടുക്കാം. ഫോട്ടോ വെച്ച് പറയുന്നുണ്ട്. മറൈൻ ഡ്രൈവ്, എടപ്പള്ളി വിത്ത് ദ ലുലു മാൾ ബിഗിനിങ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഷോപ്പിംഗ് മാൾ ഇൻ ഇന്ത്യ. അതാ നിങ്ങൾ ആ പ്രോംപ്റ്റ് പ്രോപ്പർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ വരണം. അതായത് ഫാമിലിനെയാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് വരണമെങ്കിൽ ആക്സസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് പറഞ്ഞു തന്നു. സാർ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ആദ്യം പറഞ്ഞു ബൂമിങ് ടൂറിസം ഇൻഡസ്ട്രി ഒക്കെയാണ്. ഇപ്പൊ കൊച്ചിനെ പറ്റിയിട്ട് ആദ്യം പറഞ്ഞു, കൊച്ചിയിൽ തുടങ്ങുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു. പിന്നെ ഫാമിലി വരേണ്ടതായതുകൊണ്ട് ആക്സസിബിലിറ്റി, വിസിബിലിറ്റി, സോഷ്യോ എക്കണോമിക് പ്രൊഫൈൽ ഓഫ് ദി ഏരിയ, കോമ്പറ്റീഷൻ, പ്രോക്സിമിറ്റി ടു ഫാമിലി ഫ്രണ്ട്ലി അട്രാക്ഷൻസ് ഓർ റെസിഡൻഷ്യൽ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ലൊക്കേഷൻസ് പറഞ്ഞു തന്നിട്ടുള്ളത്. എടപ്പള്ളി, കാക്കനാട്, പനമ്പള്ളി, നഗറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഓരോന്നിന്റെയും ഇപ്പം കാക്കനാട് ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് IT ഹബ് ഓഫ് കൊച്ചി, അതുകൊണ്ടാണ് അവിടെ കുറെ ഫാമിലി ഉണ്ടാവും, അതുകൊണ്ട് അവിടെ തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോരുത്തരും എന്താണ് അതിന്റെ പ്രത്യേകത എന്നും കൂടെ പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. ആറ് സ്ഥലങ്ങള് ChatGPT ഐഡന്റിഫൈ ഉണ്ട്. തൃപ്പൂണിത്തറ, പനമ്പള്ളി നഗർ, കാക്കനാട്, ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്. അല്ലേ? യെസ്. ഓക്കെ. ഇത് ഇപ്പം നമുക്കിപ്പോൾ ലൊക്കേഷൻ സ്പെസിഫിക്കലി ഇങ്ങനെ ചെയ്യാമെന്നാണ് ChatGPT. ഇത് രാഹുൽ നേരത്തെ പറഞ്ഞൊരു ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അയാളാ ഒന്ന് കാക്കനാട് തുടങ്ങി നോക്ക്, അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് തുടങ്ങി നോക്കുന്നൊക്കെ ഒപ്പീനിയൻ ആയിരിക്കും പറയണം.
ഇത് സ്പെസിഫിക്കലി പറഞ്ഞു തരും അല്ലെ. അതെ, അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം ചിലപ്പം എല്ലാവർക്കും പറഞ്ഞുതരാൻ പറ്റണമെന്നില്ല. കാക്കനാട് തുടങ്ങിയാൽ ഇങ്ങനെ ആയിരിക്കും ഒരു ഗസ് ആയിരിക്കും, പക്ഷെ ഇത് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആയിരിക്കും, അതിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതാണ് ഇപ്പൊ നേരത്തെ സാറ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള റോള് എന്തായാലും വേണം. നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ ഒരുപാട് ടൈം സേവ് ചെയ്യും, പക്ഷെ ക്രിയേറ്റീവായിട്ടും അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്യണം. ഇപ്പൊ തൃപ്പൂണിത്തറ തുടങ്ങാന്ന് കൊണ്ട് വെച്ചിട്ട് അവിടെ കൊണ്ട് മട്ടൻ ബിരിയാണി തുടങ്ങിയാൽ ചിലപ്പോൾ സക്സസ് ആവും. തൃപ്പൂണിത്തറ ഒരു ട്രഡീഷണൽ ഒരു നോൺ വെജ് കൾച്ചറുള്ള ആൾക്കാരാണ്. മട്ടൻ ബിരിയാണി സക്സസ് ആയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ലോജിക്കലി ചിന്തിക്കണം. എനിക്കറിയില്ല അവിടെ മട്ടൻ ബിരിയാണി സക്സസ് ആവുന്നത് അല്ല, അതും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. അവിടെ ഏത് കോമ്പോസ് ആണ് നമുക്ക് തൃപ്പൂണിത്തറ ഏത് കോമ്പോ വരുമെന്ന് നോക്കാം. തൃപ്പൂണിത്തറ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൾച്ചറായിട്ടുള്ള കുറേ ആളുകളുള്ള ഒരു സംസ്കാരം ഉള്ളെടുക്കുന്ന സ്ഥലമാണ് തൃപ്പൂണിത്തറ. അപ്പോൾ തൃപ്പൂണിത്തറയിൽ ഏത് ടൈപ്പ് ഓഫ് കൾച്ചറാണെന്നും അവിടെ ഏത് കൾച്ചറൽ ഫുഡാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് ചോദിച്ചേക്കാം അല്ലേ. വാട്ട് ഷുഡ് ബി ദ ഫുഡ് കോംബോ തൃപ്പൂണിത്തറ? യെസ്, നോക്കാം. ഹെറിറ്റേജ് അല്ല, ഞാൻ പറഞ്ഞില്ലേ ട്രഡീഷണൽ കേരള ഇറ്റാലിയൻ, കേരള ഇറ്റാലിയൻ ഫ്യൂഷൻ കോംബോ, സ്റ്റൈൽ ചിക്കൻ പിസ്സ, സീ ഫുഡ് സ്പെഷ്യൽ. പക്ഷേ ഇത് എനിക്കറിയില്ല കേട്ടോ, ഇത് ചിലപ്പോൾ കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, എല്ലാവരും അല്ലല്ലോ, കുറേ ആൾക്കാരൊക്കെ വെജിറ്റേറിയൻ തായ്. ഓക്കെ എങ്ങനെ നമുക്ക് കിട്ടും അല്ലേ? യെസ്. പിന്നെ അതന്നെ നമ്മൾ 100% വിശ്വസിക്കരുത്, എവിടെയെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സാധനം മനസ്സിലായതുകൊണ്ട് നാളെ തന്നെ തുടങ്ങുന്നതിനേക്കാൾ ഉപരി നമ്മളൊന്ന് സ്റ്റഡി നടത്തണം അല്ലെ. ടെക്നോളജി അതിനെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ഒരുപാട്. യെസ്. ഇനി നെയിം, റെസ്റ്റോറന്റിന്റെ നെയിം, റെസ്റ്റോറന്റിന്റെ പേര് വരെ പറഞ്ഞു തരും അല്ലെ. 2 മിനിറ്റ് കാര്യം കഴിയും, ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടും. യെസ്. ഞാൻ പിന്നെ കിഡ്സ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളാണല്ലോ ഇപ്പം എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറയാം. മഞ്ച്കിൻ മീൽസ്, ഫാബിൾ ഫീസ്റ്റ്, വിസ്ക് ആൻഡ് വിഷ്, ഗിഗിൾസ് ആൻഡ് ഗ്രീൻസ്, സ്റ്റോറി ബുക്ക്. ഇത് സത്യം പറഞ്ഞാൽ ഈ നെയിംസിൻ്റെ കേസ് പറയുമ്പോൾ അനുശ്രീ ഏതൊരു സ്ഥാപനത്തിനും ഇപ്പം നെയിമോ ഒക്കെ ഇടുന്നതിനൊക്കെ നമുക്ക് ഇങ്ങനത്തെ ചില ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലേ. മാജിക് സ്പൂൺ കൊള്ളാം, ഒരു വേറൊരു അവിടെ മൊത്തം മാജിക് ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടത് മാജിക് സ്പൂണാണ്. ഇപ്പം ഇതിൽ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാജിക് സ്പൂൺ എന്ന് പറഞ്ഞ ഒരിതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 10 പേരുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിലിപ്പം സാറ് പറഞ്ഞു സാറിന് ഇതാണ് ഇഷ്ടമായത്, ഇനി നമുക്കൊന്ന് റീജനറേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞിട്ട്, ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റീജനറേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്നുകൂടെ ഇതിനെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പം അതൊന്നുകൂടി പേര് നമുക്ക് പറഞ്ഞു തരും. ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വീണ്ടും സജഷൻ തരും. നമ്മൾ റീജനറേറ്റ് ചെയ്തപ്പോൾ വേറെ ഒരു 10 പേര് കിട്ടി അല്ലേ. യെസ്. ഇനി അടുത്ത എന്താണ് അനുസരിച്ച് നമുക്ക് ഇതിൽ എന്താണ് അടുത്തൊരു പ്രോംപ്റ്റിങ്? ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാർ പറഞ്ഞ 4th ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. പെയ്ഡ് വേർഷൻ ആകുമ്പോൾ നമുക്ക് ഇമേജ് ജനറേഷനും കൂടി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ഇമേജ് ജനറേഷന് വേണ്ടിയിട്ടുള്ളൊരു ടൂൾ അല്ലാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ട്. എന്നാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ലോഗോയും കൂടെ ഒന്ന് നോക്കാം. ഞാനിപ്പം 4ാമത്തെ ആ പേരാണ് ഞാൻ ഇപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഹാപ്പി പ്ലേറ്റ്സ് കഫേ, അതാണ് ഞാനിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് എന്നോട് ഞാൻ പറഞ്ഞു. ജസ്റ്റ് ലോഗോ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പൊ ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഡാലി ആണ് ഇതിൽ ഇപ്പം ഉള്ളത്, ഇമേജ് ക്രിയേഷൻ ഉള്ളത്. പക്ഷെ എന്നാലും ChatGPT എന്ന് പറയുന്നത് ഒരു ഇമേജ് ക്രിയേഷൻ ടൂൾ അല്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇത് എങ്ങനത്തെ ഇമേജ് ആണ് വന്നതെന്ന്. ഇതാണ് തന്നിട്ടുള്ളത് ലോഗോ. ഹാപ്പി പ്ലേറ്റ്സ് ഒരു ഡിസൈൻ എടുത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ സമയവും ടൈമും ഒക്കെ അതിന് വേറെ ക്രിയേറ്റിവിറ്റി വരുമെങ്കിൽ പോലും ഇറ്റ്സ് ഫൈൻ അല്ലേ. അല്ല, ഇതല്ലാതെ നമുക്ക് AI ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ AI ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. അപ്പം ഹാപ്പി പ്ലേറ്റ് ഒരു ചിരിച്ച് നിൽക്കുന്ന ഒരു സാധനം. പക്ഷേ അനുശ്രീ പറയണത് കുറച്ചുകൂടെ
ഡീറ്റെയിലിംഗിലേക്ക് വരണമെങ്കിൽ വേറെ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് എന്ന് പറയുന്നത് ഒരു ഇമേജ് ക്രിയേഷൻ ടൂൾ അല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് അതിൻ്റെ ഇതിന് മുമ്പേ നമുക്കൊരു ലൈക്ക് ഒരു മെനു കാർഡ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളിപ്പോൾ പേരായി ഹാപ്പി പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ പേരായി, പിന്നെ മെനു വരികയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും മെനുവിലേക്ക് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് മെനുവിലേക്ക് വേണ്ട ഐറ്റംസ് സജസ്റ്റ് ചെയ്യാൻ പറയാം. അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒന്ന് കാണിക്കാൻ പറ്റുമോ അത്? തീർച്ചയായിട്ടും മെനു ആണെങ്കിൽ അപ്പോൾ ഇത് പ്ലീസ് സജസ്റ്റ് ഐറ്റംസ്. ഇതിപ്പോൾ മെനു ആയിട്ടാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ പ്രോംപ്റ്റ് ഞാൻ കറക്റ്റ് പ്രോംപ്റ്റ് ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത്. മനസ്സിലായി. ഓക്കെ ഓക്കെ. മിനി ചീസി ബർഗർ, ചിക്കൻ ടെൻഡർ വിത്ത് സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിഡ്സിന് വേണ്ടി സെപ്പറേറ്റ് മെനു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓർമ്മിച്ചു. ഞാൻ ഇപ്പം വീണ്ടും ഞാൻ പറഞ്ഞില്ല സെപ്പറേറ്റ് മെനു വേണമെന്ന് പറഞ്ഞില്ല. ബട്ട് കിഡ്സിനും മുതിർന്നവർക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് എനിക്ക് മെനു ആക്കി തന്നു. പെർഫെക്റ്റ്. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ അതെന്തും നമുക്ക് ഈസി ആയിട്ട് പറ്റും. ഇതിപ്പോൾ ഫാമിലിന് നമ്മൾ നേരത്തെ ഫാമിലി റെസ്റ്റോറൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഫാമിലി ഡൈനിങ്ങിന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വെക്കണം, ഡെസേർട്ട്സ് എന്തൊക്കെ ഫോർ കിഡ്സ് ആൻഡ് അഡൾട്ട് എന്തൊക്കെ ഡെസേർട്ട് വെക്കണം, ബിവറേജസ് എല്ലാം നമുക്ക് തരുന്നുണ്ട്, അറിയാൻ പറ്റും. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് എന്താ ഇതിൽ സ്പെസിഫിക്കലി നമുക്ക് പറയാനുള്ളത് രാഹുലെ? ഇതിൽ അടുത്തത് ഇപ്പം നമുക്കൊരു ഹോട്ടൽ തുടങ്ങി. ഇപ്പം നമ്മൾ ഹോട്ടലിൻ്റെ എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം നമുക്ക് ഒരു 2 ആഴ്ചത്തെയോ അത്രയെങ്കിലും ഒരു ഇൻകം, എൻ്റെ ഇൻകം ഇത്രയായിരുന്നു, എൻ്റെ എക്സ്പെൻസ് ഇത്രയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞിരുന്നു നമ്മുടെ ഹോട്ടൽ ഇപ്പം എങ്ങോട്ടൊക്കെ പോകുന്നത് പൂട്ടേണ്ട അവസ്ഥയാവും, അങ്ങനെ വരും. അപ്പം നമ്മൾ ജസ്റ്റ് ഇനി ഡാറ്റ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇപ്പം സാധാരണ നമ്മൾ ഒരു ബിസിനസ് അനലിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് കൂട്ടി കുറച്ച് നോക്കും. അപ്പോൾ അതിന് പകരം ഞാനിപ്പം ChatGPT പറയാണ്, ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഡാറ്റ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പം പറയും നഷ്ടമായിരുന്നോ? അപ്പം ഡാറ്റ അനലൈസ് ചെയ്യാൻ കാണുന്നത് അല്ലേ? താഴെ ഒന്ന് കാഴ്ച അനുശ്രീ അനലൈസിങ് കാണിക്കുന്നുണ്ട്. അനലൈസ് ചെയ്ത് എൻ്റെ റിപ്പോർട്ട് തരും. ഇപ്പം തരും. ഇത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ കാണിച്ചത് റെസ്റ്റോറൻറ്റ് കേസാണെങ്കിൽ പോലും ഈ എല്ലാ ആളുകൾക്കും ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കോഴ്സിൽ പഠിപ്പിക്കും അല്ലേ? ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് വീക്ക്. ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് വീക്ക്. ഓക്കെ. ഇൻഡിക്കേറ്റ് ഓപ്പറേറ്റിംഗ് അറ്റ് എ ലോസ്. അതെ. ഫിക്സഡ് എക്സ്പെൻസ്. പിന്നെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യേണ്ട സജഷൻസ് പറയുന്നുണ്ട്. പ്രൊമോട്ട് ഹൈ പ്രോഫിറ്റ് ഡേ. ഇംപ്രൂവ് വീക്കിലി അട്രാക്ഷൻസ്. മെനു മൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ പെർട്ടിക്കുലർലി ലോ ആണ്. അപ്പോൾ അന്നേരം എന്തെങ്കിലും നമ്മൾ കൊടുക്കണം. മെനു ഒപ്റ്റിമൈസ് ചെയ്യണം. മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ പ്രസൻസ്. കോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. യെസ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. ഇതാണ്. അപ്പം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഒരു രീതി ഏതൊരാൾക്കും അവരുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി. തീർച്ചയായും. അപ്പം അടുത്ത എപ്പിസോഡിലൊക്കെ വേറെ സാധനം പഠിക്കാം അല്ലേ? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരിൽ വന്നാൽ മതി. നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഓക്കെ അനുശ്രീ, താങ്ക് യു.